ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ ടോസ് സമയത്ത് ഇന്ത്യൻ ആരാധകരെ നിരാശയിലാക്കുന്ന വാർത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പുറത്തുവിട്ടിരുന്നു. സൂപ്പർ താരം വിരാട് കോഹ്ലി ഈ മത്സരത്തിൽ കളിക്കുന്നില്ല എന്നതായിരുന്നു അത്. കാൽമുട്ടിനേറ്റ പരിക്കാണ് താരത്തിന് ഈ മത്സരം നഷ്ടമാകാൻ കാരണമെന്നാണ് രോഹിത് പറഞ്ഞത്. മത്സരത്തിന്റെ തലേ ദിവസം വലത് കാൽമുട്ടിന് ചെറിയ പരിക്കേറ്റ കോഹ്ലിക്ക് ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഒന്നാം ഏകദിനത്തിൽ നിന്ന് വിശ്രമം അനുവദിക്കുകയായിരുന്നുവെന്നാണ് ഇന്ത്യൻ നായകൻ വ്യക്തമാക്കിയത്. മത്സരത്തിന് മുൻപ് മൈതാനത്ത് വാമപ്പ് നടത്തിയ കോഹ്ലിയുടെ കാലിൽ ബാൻഡേജ് ഉണ്ടായിരുന്നു. ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യക്ക് ആശങ്ക സമ്മാനിക്കുന്നതാണ് കോഹ്ലിയുടെ ഈ പരിക്ക്. നിലവിൽ ഏകദിന ക്രിക്കറ്റിൽ 13,906 റൺസാണ് വിരാട് കോഹ്ലിയുടെ സമ്പാദ്യം. 94 റൺസ് കൂടി നേടാനായാൽ ഏകദിന ക്രിക്കറ്റിൽ 14,000 റൺസ് എന്ന കിടിലൻ നാഴികക്കല്ലിലേക്ക് എത്താൻ താരത്തിനാകും. ഇന്നത്തെ കളിയിൽ ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ 300 ഇന്നിംഗ്സുകൾക്ക് മുമ്പ് 14,000 ഏകദിന റൺസ് നേടുന്ന ആദ്യ ബാറ്റർ എന്ന ലോക റെക്കോർഡും കോഹ്ലിക്ക് സ്വന്തമായേനെ. 350ാമത് ഏകദിന ഇന്നിംഗ്സിൽ 14,000 റൺസ് തികച്ച ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡായിരിക്കും ഇതോടെ കോഹ്ലി തകർക്കേണ്ടിയിരുന്നത്. നിലവിൽ 2 കളിക്കാരാണ് ഏകദിന ക്രിക്കറ്റിൽ 14,000 റൺസ് നേടിയിട്ടുള്ളത്. സച്ചിനും ശ്രീലങ്കൻ ഇതിഹാസം കുമാർ സംഗകാരയുമാണിത്. ഇപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ 1,340 റൺസാണ് വിരാട് കോഹ്ലിയുടെ സമ്പാദ്യം. ഈ പരമ്പരയിൽ പങ്കെടുത്ത് 293 റൺസ് നേടാനായാൽ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ബാറ്ററായി മാറാനും കോഹ്ലിക്ക് സാധിക്കുമായിരുന്നു. കോഹ്ലിയുടെ അഭാവത്തിൽ കളിക്കുന്ന മത്സരത്തിൽ 2 അരങ്ങേറ്റ താരങ്ങളുമായിട്ടാണ് ടീം ഇന്ത്യ ഇറങ്ങിയത്. ഇടം കയ്യൻ ബാറ്റർ യശസ്വി ജയ്സ്വാളും വലം കയ്യൻ പേസർ ഹർഷിത് റാണയുമാണ് നാഗ്പൂരിൽ ഇന്ത്യക്കായി ഏകദിന അരങ്ങേറ്റം കുറിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിലും T20യിലും നേരത്തെ തന്നെ ഇന്ത്യക്കായി അരങ്ങേറിയ താരങ്ങളാണ് യശസ്വിയും ഹർഷിതും. ടെസ്റ്റിലും T20യിലും ഇതിനകം ഇന്ത്യക്കായി 2 പേരും കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സമീപകാലത്ത് ദേശീയ ടീമിനായി കാഴ്ചവെച്ച സ്ഥിരതയുള്ള പ്രകടനങ്ങളാണ് ഇരുവർക്കും ഏകദിന ടീമിലേക്കും വഴി തുറന്നത്. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള താരങ്ങളാണ് ഇവരെന്നതും ശ്രദ്ധേയമാണ്. ജയ്സ്വാൾ 32 ലിസ്റ്റ് എ മത്സരങ്ങളിൽ 1,511 റൺസും ഹർഷിത് 14 ലിസ്റ്റ് എ മത്സരങ്ങളിൽ നിന്ന് 22 വിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ശുഭ്മാൻ ഗിൽ, രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, യശസ്വി ജയ്സ്വാൾ, ശ്രേയസ് അയ്യർ, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, ഹർഷിത് റാണ, കുൽദീപ് യാദവ്, മുഹമ്മദ് ഷമി എന്നിങ്ങനെയാണ് ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11. T20 പരമ്പരയിൽ മിന്നും ജയം നേടിയ ടീം ഇന്ത്യ സമാന പ്രകടനമാണ് 3 മത്സര ഏകദിന പരമ്പരയിലും ഇംഗ്ലണ്ടിനെതിരെ ലക്ഷ്യമിടുന്നത്. 5 മത്സര T20 പരമ്പരയിൽ 4-1 ടീം ഇന്ത്യയുടെ വിജയം. ബാറ്റിംഗിലും ബോളിംഗിലും ആധിപത്യം പുലർത്തിയാണ് ഇന്ത്യ ഇത്തരമൊരു ജയം സാധ്യമാക്കിയത്.